എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. 3 യോഹന്നാൻ 4-ാം വാക്യം. ഒരു മനുഷ്യൻ പറയുകയാണ്, തൻ്റെ മക്കൾ സത്യത്തിൽ ജീവിക്കുന്നത് തനിക്ക് വളരെ സന്തോഷം നൽകുന്നു എന്ന്. പ്രിയരെ, ഒരു മനുഷ്യൻ ഈ വിധത്തിൽ ചിന്തിക്കുന്നു എങ്കിൽ തൻ്റെ മക്കൾക്ക്, തൻ്റെ തലമുറകൾക്ക്, തൻ്റെ സമൂഹത്തിന് എല്ലാം സത്യത്തിൽ നടക്കുന്നവർ, സമാധാനം കൊണ്ടുവരുന്നവരാകുന്നു എങ്കിൽ സ്വർഗസ്ഥനായ ദൈവം പേര് ചൊല്ലി വിളിച്ചവരായ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് നാം എത്ര അധികം സത്യത്തിൽ നടക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത് സന്തോഷമുള്ള കാര്യമാണ്. സത്യത്തിൽ നടക്കുക എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി അവൻ്റെ വചനം വായിച്ച് സത്യാത്മാവ് നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്നത് പ്രകാരം മനസ്സ് പുതുക്കി മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. അവൻ സത്യമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിലൂടെ നമുക്കും സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ കഴിയും. സത്യതൽപരനായവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും യേശു ക്രിസ്തു കാണിച്ചു തരുന്ന മാർഗമല്ലാതെ മറ്റൊന്നില്ല. യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പീലാത്തോസ് യേശുവിനെ നോക്കി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറയുന്ന സത്യം? ആ സത്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം എന്നാൽ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പീലാത്തോസ് യേശുവിനോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുവേശുവിനെ മുമ്പിൽ ഇത്ര വ്യക്തമായി വരച്ച് കിട്ടിയിട്ടും സത്യം എന്താണെന്നും സത്യമാർഗം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നാം ജീവിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പിതാവിന് നല്ല മകൻ എന്ന പോലെ നമുക്ക് സത്യത്തിൽ നടക്കാം. ക്രിസ്തുവേശുവിനെ മാതൃകയാക്കി അവൻ്റെ വചനങ്ങളനുസരിച്ച് പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ ദൈവത്തെ സന്തോഷപ്പെടുത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം.